ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ. നമുക്കൊരു ഗരം മസാല തയ്യാറാക്കിയാലോ? വീട്ടിൽ തന്നെ നമുക്കെല്ലാം നല്ല വറുത്ത് പൊടിച്ച് തയ്യാറാക്കാം. അപ്പം നല്ല നല്ല മണം ഉണ്ടാവും. നമുക്കിത് ചിക്കനും മട്ടനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. വെജിറ്റബിൾ കറിക്കും ഇത് ഉപയോഗിക്കാം. അപ്പം അത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ? ഗരം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ ഏലക്കയും എടുത്തിട്ടുണ്ട്. ഒരു 3 ജാതിപത്രിയും ഒരു 4 തക്കോലവും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള 5 പട്ടയും ഒരു 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. നമ്മളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷായ സാധനം വാങ്ങിക്കണം. പിന്നെ നമ്മൾ 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു പാനിൽ എണ്ണയൊന്നും ചേർക്കാതെ നല്ലപോലെ ചൂടാക്കി എടുക്കാം. നമുക്ക് പാൻ നല്ലപോലെ ചൂടാകുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കണം. അധികം കരിഞ്ഞു പോകാതെ നല്ല മണമൊക്കെ കുറച്ചൊന്ന് ചൂടായാൽ മതിയാവും. ഒരുപാട് ചൂടായി മൂത്ത് പോകണ്ട. നമുക്ക് ചൂടായ പാനിൽ സിമ്മിൽ വെച്ചിട്ട് പതുക്കെ വറുത്തെടുക്കാം. നല്ലപോലെ ഇളക്കി നല്ലപോലെ നമുക്ക് ഇളക്കിയിരിക്കണം. അത് കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലപോലെ അതിൻ്റെ മൂക്കുന്ന മണമാണ് അതിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത്. അത് കരിഞ്ഞു പോകാനും പാടില്ല, അധികം മൂക്കാതെ ഇരിക്കാനും പാടില്ല. നമുക്കിനി നല്ലപോലെ ചൂടായ പാനിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കാം. ഇത് നല്ല മൂത്ത് നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടിച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമുള്ളൊരു ഗരം മസാലയാണിത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റായിരിക്കും. എപ്പോഴും മസാലകൾ അധികം ചേർക്കാൻ പാടില്ല. ആവശ്യത്തിന് ചേർത്തെങ്കിൽ അതിന് മണമുണ്ട്. ഇതിന് മണം മാത്രമാണ്, പ്രത്യേക ടേസ്റ്റൊന്നും ഇല്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക. കറിയുടെ അളവിനനുസരിച്ച് ചേർക്കണം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.